ഹലോ, വെൽക്കം ടു മലയാളി മോം ഇൻ ടെക്സസ്. എല്ലാവർക്കും സുഖമില്ലേ? ഞങ്ങൾക്കും സുഖമാണ്. പിന്നെ ആലപ്പുഴ ഗ്രീൻ സോണൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി പുറത്തങ്ങ് ഷോപ്പിങ്ങിന് പോവുക അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ചെറുതായിട്ടൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് സമയം കളയേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എസ്പെഷ്യലി എന്നെ പോലെ എനിക്ക് കുറച്ച് ഡാർക്ക് സ്കിന്നുള്ള ഒരാളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ഒരു റെഡിഷ് കളർ ലിപ്സ്റ്റിക്കൊക്കെ ഇടാനായിട്ട് കുറച്ച് മടിയുള്ള ഒരാളാണ് ഞാൻ, സാധാരണ ഡേ ടൈമൊക്കെ. അപ്പം ഞാൻ പരീക്ഷിച്ച് ഒരു എസ്പെഷ്യലി ഒരു മീഡിയം കളർ ഉള്ള ആളുകൾക്ക് എങ്ങനെ ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് നമുക്ക് ഇടാൻ പറ്റും, ഒരു റെഡിഷ് ലിപ്സ്റ്റിക്ക് എങ്ങനെ, ഏത് ഒരു മേക്കപ്പ് നമുക്ക് സൂട്ടാകും എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് വേറെ എല്ലാം നന്നായിട്ട് സ്പ്രെഡായി അബ്സോർബ് ആവത്തുള്ളൂ. പിന്നെ നമുക്കറിയാമല്ലോ, നന്നായിട്ട് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെ ഞാൻ പറയുന്നതിന് മുമ്പ് നല്ല ചൂടാണ്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഫേസ് തുടയ്ക്കുന്നത് കാണാൻ പറ്റും. അത് ചൂട് കൊണ്ടാണ് കേട്ടോ. അപ്പം മോയ്സ്ചറൈസർ ലിപ് ബാം പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പ്രൈമർ, നല്ലൊരു പ്രൈമർ മേടിക്കുക. ഇപ്പം ഇന്ത്യയിലൊക്കെ നല്ല പ്രൈമേഴ്സ് എല്ലാ ബ്യൂട്ടി അല്ലെങ്കിൽ ലേഡീസ് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഇവിടെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രൈമർ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഈവൺ ബേസ് കിട്ടും മേക്കപ്പ് ചെയ്യാനായി. ഒരു അൺഈവൺ ടൂണൊക്കെ നമ്മുടെ ഫേസിൽ മാറും. ഞാൻ ഈ ക്യാമറ കുറച്ചുകൂടെ അടുപ്പിക്കാം. നല്ല വിയർക്കുന്നുണ്ട്. എന്തുമാത്രം നിങ്ങൾക്ക് മേക്കപ്പ് കാണാൻ പറ്റും എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ലൈറ്റ്, അത് പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞൊന്നും കൂടി ഞാൻ നിങ്ങൾക്ക് നല്ല ലൈറ്റിൽ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പ്രൈമർ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തു, നല്ലൊരു ഈവൻ ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഐ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഐസ് കുറച്ച് ഡാർക്ക് സർക്കിൾസ് പോലെയൊക്കെ കാണുമല്ലോ, എല്ലാവർക്കും സ്വാഭാവികമായി കുറച്ചെങ്കിലും കാണും. അപ്പം ഞാൻ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് കൺസീലർ ഇട്ട് കൊടുക്കാൻ പോയി. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇടുന്ന ഐ ഷാഡോ എടുത്ത് കാണാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്താലും മതി. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഐ ഷാഡോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് നമ്മുടെ കുറച്ച് ബ്രൈറ്റ് ആയതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഐസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഐ ഷാഡോ പാലറ്റ് ഇതാണ്, എൽഫിൻ്റെ. അപ്പോൾ ഐ ഷാഡോ പാലറ്റിൽ ഒരു ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ഐ ഷാഡോ ഉണ്ട്. അപ്പോൾ ഈ ഐ ഷാഡോ ഞാൻ ഐലൈനർ പോലെ, നമ്മളിങ്ങനെ കണ്ണ് വരയ്ക്കുന്ന പോലെ അതിൻ്റെ മേളിൽ കൂടി, എന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണിൻ്റെ കാജൽ വരയ്ക്കുന്ന ആ ലൈനിൽ കൂടി ഞാൻ ഈ ഐ ഷാഡോയാണ് ഇട്ട് കൊടുക്കുന്നത് കാജലിന് പകരം. ഈ കണ്ണിലും ഇട്ട് കൊടുക്കാം.
നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചങ്ങ് സ്മോക്ക് ഔട്ട് ചെയ്യാം. ാണ് നമ്മുടെ ഐ മേക്കപ്പ്. ഇനി നമ്മൾ ഇതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മസ്കാറ ഇട്ട് കൊടുക്കും. അത് നമ്മൾ അവസാനം ഇടത്തുള്ളൂ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഐബ്രോ ചെറുതായിട്ടൊന്ന് ചെയ്യാം. നമ്മുടെ ഐബ്രോ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക് എന്താണ് ഐബ്രോ പെൻസിൽ എടുക്കുന്നതാണ് നല്ലത്. ബ്ലാക്ക് വെച്ച് ഒരിക്കലും ഐബ്രോസ് വരയ്ക്കരുത്. ടു ഡാർക്ക് ആവും. നമ്മൾ കഥകളിക്ക് പോകുന്ന പോലെ ഇരിക്കും. അപ്പോൾ ബ്രൗൺ ഇതെടുത്തിട്ട് ചെറുതായിട്ട് ഞാൻ എൻ്റെ ഈ കുറവുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ മേക്കപ്പ്. ഇനി നമ്മൾ മസ്കാര ഞാൻ പറഞ്ഞല്ലോ അവസാനമേ ഇടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലാണ് ആദ്യമേ ഞാൻ കൺസീലർ ഇടും. ഇവിടെ എല്ലാം കൺസീൽ ചെയ്യും. ഉയർക്കുന്നുണ്ട്. ഇവിടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളിടത്തും പിമ്പിൾ മാർക്സ് ഉള്ളിടത്തും ഒക്കെ മാത്രമേ ഞാൻ കൺസീൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു സ്പഞ്ച് എടുത്ത് നമ്മളത് ബ്ലെൻഡ് ചെയ്തു. അപ്പം നമ്മുടെ കൺസീൽ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. 2 ഫൗണ്ടേഷനാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം അത് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡോട്ട് 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 ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ഇടുന്നത് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റ കേക്കി ആയിട്ടിരിക്കും. അത് ആദ്യമേ കുറച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇനി ഞാൻ സാധാരണ ചെറുതായിട്ട് കോണ്ടർ ചെയ്യാറുണ്ട്. അത് ബ്രോൺസർ വെച്ചാണ്. എൻ്റെ ബ്രോൺസർ പൊട്ടിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡുണ്ട്. ഇത് വെച്ച് നമ്മൾ കോണ്ടോർ ചെയ്യും ചെറുതായിട്ട് മൂക്കിൻ്റെ അവിടെയൊക്കെ.
ഇപ്പം നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ മൂക്ക് കോണ്ടോറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലഷ് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബ്ലഷ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഹൈലൈറ്റർ. എളുപ്പം ചെയ്യാവുന്ന മേക്കപ്പാണ്. അതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. ഞാൻ മൂക്കിൻ്റെ ഇവിടെ മാത്രമേ ഹൈലൈറ്റർ ഇടാറുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിത് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലിപ് ബാം തുറച്ചു കൊടുക്കുക. എനിക്കൊരു അലർജിയുണ്ട്. അപ്പം ഞാൻ ഒരു ലിപ് പെൻസിൽ ഓൾമോസ്റ്റ് സിമിലർ ടു ദ ലിപ്സ്റ്റിക്കാണ്. അത് ആദ്യമേ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി അവസാനം നമ്മൾ മസ്കാറ ഇട്ടു. സിദ്ധ ഇവിടെ നിന്ന് നോക്കുന്നു, എന്തുവാ അമ്മ ചെയ്യും, അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഞാനിനി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഞാൻ നല്ല വെട്ടത്തിലൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ലുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പർ ബൈ ബൈ ഫ്രം ആലപ്പി.